വെൽക്കം ബാക്ക് ടു ടെൻസ് ഇംഗ്ലീഷ്. ഹൗ ടു പ്രൊനൗൺസിന്റെ വേറൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാക്ക് നോക്കാം. ബുക്കേ, ബുക്കേ. നമ്മൾ സാധാരണ രീതിയിൽ ബൊക്കേ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അത് അങ്ങനെയല്ല. ബുക്കേ, ബുക്കേ. വേറൊരു വാക്കാണ് ക്ലിയോൺടെൽ. ക്ലിയോൺടെൽ. നമ്മളൊരു കച്ചവടമൊക്കെ നടത്തുമ്പോൾ അതിൽ നമ്മളുടെ കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ആ കസ്റ്റമേഴ്സിന് നമ്മളൊരു കളക്റ്റീവായിട്ട് വിളിക്കുമ്പോഴാണ് വിളിക്കുന്നതാണ് ക്ലിയോൺടെൽ. 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 അടുത്ത വാക്കാണ് എക്സ്റ്റംപറി. എക്സ്റ്റംപറി. നമ്മൾ കുട്ടികൾ സ്കൂളുകളിൽ അവർക്ക് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രിപ്പറേഷനൊന്നും സമയമില്ല, വായിച്ച് നോക്കാനോ എഴുതി നോക്കാനോ സമയമില്ല. ഓൺ ദ സ്പോട്ടിൽ അവർക്കൊരു വിഷയം കൊടുക്കുകയും അത്തരം സ്പീച്ചിനെ പറയുക എക്സ്റ്റംപറി. സ്പീച്ചും ആകാം, എന്തും ആകാം, പ്രിപ്പറേഷൻ ഇല്ലാതെ പറയുക എന്നുള്ളതാണ്, ചെയ്യുക എന്നുള്ളതാണ് സംഭവം. എക്സ്റ്റംപറി. എക്സ്റ്റംപറി. അടുത്തൊരു വാക്കാണ് ആക്നി. ആ വാക്ക് നമ്മൾ വായിക്കുന്നതിന്റെ ഇടയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില സംശയങ്ങൾ, ഒരു ചാഞ്ചല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് അതിന്റെ ഉച്ചാരണം, ആക്നി. ആക്നി. അതായത് ചെറുക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ മുഖത്തുണ്ടാകുന്ന ചില ചുവന്ന പാടുകൾ, ഇതിനൊക്കെ പറയുക ആക്നി. ആക്നി. അടുത്ത വാക്കാണ് ഇൻറ്റയർ. ഇത് ട്രിഫ്തോൺ എന്നാ പറയുക. 3 വൗൾ സൗണ്ട് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്വരമാണ്. അത് 3 ഗ്ലൈഡ്സ് ആണ് നാവിൽ നടക്കുന്നത്. ഇൻറ്റയർ. ലാസ്റ്റ് സൗണ്ട് റേസ്ഡ് ആണ്. നമ്മുടെ എഡിറ്റിംഗിന് ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇങ്ങനെ റേസ്ഡ് ആക്കാൻ പറ്റുന്നില്ല, പക്ഷെ അത് ഓർക്കുക, അത് റേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റയർ. ട്രിഫ്തോൺ. ഇൻറ്റയർ. അപ്പൊ എൻറ്റയർ എന്ന് പറയുന്നത് ഇൻറ്റയർ. അടുത്തൊരു വാക്കാണ് ഡെബ്രി. ഡെബ്രി. ഡെബ്രി എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചിട്ട് അതിന്റെ അവശിഷ്ടം, കല്ലും കട്ടയും പൊട്ടും പൊടിയും എല്ലാം കൂടെയുള്ള ആ വേസ്റ്റിനെ പറയുക ഡെബ്രി. ഇത് നമ്മൾ ഡെബ്രി എന്ന് പറയാറുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2 പ്രൊനൗൺസിയേഷൻ കാണിക്കുന്നുണ്ട്, ഡെബ്രി എന്നും ഡെബ്രി എന്നും. ഡെബ്രി. മറ്റേ പ്രൊനൗൺസിയേഷനാണ് ഡെബ്രി. ഡെബ്രി. അടുത്തൊരു വാക്കാണ് മെംവാർ. നമ്മൾ വായനയിൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന ചില വാക്കാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ സംശയങ്ങൾ വരുന്ന ചില വാക്കാണ്. അല്ലെങ്കിൽ നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് സംശയം വരുന്ന വാക്കുകളിൽ ഒന്നാണിത് മെംവാർ. ഇതിന്റെ അർത്ഥം എന്താണ്? വലിയൊരു വ്യക്തിയെ കുറിച്ചോ, വലിയൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഈവന്റിനെ കുറിച്ചോ, ഏതെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്തെ കുറിച്ച് വേറൊരാള് എഴുതുന്ന ഒരു ലിറ്റററി ഫോം ആണ് മെംവാർ. മെംവാർ. ഇപ്പൊ മെമോയർ എന്ന് പറയാൻ പാടില്ല, മെംവാർ. അടുത്തൊരു വാക്കാണ് ഡയറി. ഡയറി. അതായത് പശുവിന്റെ പാലും അതുമായിട്ട് അനുബന്ധ മറ്റ് ബൈ പ്രോഡക്റ്റുകളുടെ ഒരുമിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഡയറി. ഡയറി. അപ്പൊ അത് ഡിഫമാണ് എയർ. ഡയറി. എന്നാൽ അടുത്ത വാക്ക് നോക്കുക, ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ഡയറി. ഡയറി. നമ്മൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, ഈവൻസ് നമ്മൾ നോട്ട് ചെയ്യുന്ന ആ ബുക്ക് ഡയറി. അപ്പൊ നേരത്തെ എന്താണ്? ഡയറി. ഇത് ഡയറി. ഡയറി. അവസാനമായിട്ട് ഉള്ളൊരു വാക്കാണ് ക്വസ്റ്റ്യൻ. 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 ക്വസ്റ്റ്യൻ എന്നുള്ളത്
നമ്മൾ എങ്ങും എഴുതി കാണുന്നില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയാണെന്നുള്ളത് എങ്ങനെ പറയണം? ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ തരാനുള്ളത്. താങ്ക് യു സോ മച്ച്.